നോവയല്ല, ഇറ്റ്സ് നോറ. ഒരു ക്ലൂ ഇല്ലാണ്ട് ഒരു താരത്തെ അനൗൺസ് ചെയ്തു. യെസ്, നോറ ഫെർണാണ്ടസ്. കാരണം ക്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഒക്കെ അറിഞ്ഞ കാര്യമാണ് ഇങ്ങനെ ഒരു പ്ലെയർ നോറ ഫെർണാണ്ടസ് ഫ്രം ഐസ്വാളിൽ നിന്ന് വരുന്നു, ഗോവക്കാരനാണ് എന്നൊക്കെ ഉള്ളത്. സോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹമ്മാവിയുടെ ഭയങ്കര ക്ലൂ ആയിട്ടൊക്കെ വന്നതും ഓൾറെഡി ജനുവരി തൊട്ട് തന്നെ ആരാധകരൊക്കെ അറിഞ്ഞ കാര്യമായിരുന്നു. ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ കാഷ്വൽ ആയിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് നടന്നു എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു താരത്തെപ്പറ്റി സംസാരിച്ചാണ്. എങ്കിലും അതിനുശേഷമാണല്ലോ സോംകുമാറിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും കൂടെ വരുന്നത്, ഒരു ഗോൾ കീപ്പർ, യങ് ഗോൾ കീപ്പർ. അപ്പം ഇതിലിപ്പം ഒരു ഏത് തരത്തിലായിരിക്കും, എങ്ങനത്തെ ഓപ്ഷൻസിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പം നോറ ഫെർണാണ്ടസ് എന്ന് പറയുന്ന താരത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ സീസണിൽ ഐസ്വാളിലാണ് കളിച്ചത്. ഏതാണ്ട് അവരുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് തന്നെ കളിച്ച പ്ലെയറാണ്. 17 മത്സരങ്ങൾ കളിച്ചു, 21 ഗോളുകളാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്, 4 ക്ലീൻ ഷീറ്റാണ് ഈ നമ്പർ ഉള്ളത്. ഞാൻ ടു ബി ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് മാച്ചസ് ഒന്നും ഐസ്വാളിനെ കണ്ടിട്ടില്ല. ചില മാച്ചസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഐസ്വാളിൻ്റെ ഐ ലീഗിൽ മാച്ചസ് കണ്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഹൈലൈറ്റ്സ് ഒക്കെ കാര്യങ്ങളാണ് കണ്ടത്. പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കീനായിട്ട് ഈ ഒരു ഗോൾ കീപ്പർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ചില ഹൈലൈറ്റ്സ് വീഡിയോസൊക്കെ കണ്ട് ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ നമുക്ക് വിലയിരുത്താനും പറ്റില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞാണ്, സച്ചിൻ്റേതിന് സമാനമായ ചില എബിലിറ്റീസൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മുന്നോട്ട് ഇറങ്ങി വന്ന് കളിക്കുന്ന പ്ലെയറാണ്, ഒരു ഫിയർലെസ് ആയിട്ട്, അതുപോലെ ഒരു പാസിങ് എബിലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നുന്നു സച്ചിനേക്കാൾ. പക്ഷേ ഞാൻ ഇപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും 6 ഫീറ്റാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നോറ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളൊരു പ്ലെയറാണ് എന്ന് എനിക്ക് ബേസിക്കലി തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, സോംകുമാറാണുള്ളത്. സോംകുമാർ സീനിയർ കരിയറിലൊരു ഡെബ്യൂ ഒന്നും നടത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ജൂനിയർ ലെവലിലാണ് കളിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും. സോ നിലവിലെ ഒരു സാഹചര്യത്തിൽ സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരാനുള്ള സാധ്യത. കാരണം ഇപ്പം നോറ 10-23 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അത് ഐ ലീഗിലാണ് കളിച്ചിട്ടുള്ളത്, ISL നോ എക്സ്പീരിയൻസ്. പക്ഷേ സച്ചിനിലേക്ക് വരുന്നൊരു സമയത്ത് സച്ചിൻ അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു വർഷമാണ് കളിച്ചെങ്കിലും ISL എക്സ്പീരിയൻസ്ഡ് ആയി പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു താരമാണ്. അപ്പം ഉറപ്പായിട്ടും ആ ഒരു സാധ്യത കൽപ്പിക്കേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൽപ്പിക്കുക സച്ചിൻ സുരേഷ് എന്ന് പറയുന്ന ഒരു താരത്തിൽ തന്നെ ആയിരിക്കും. ഇറ്റ്സ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചോയ്സ് സാധ്യതകളാണ് നോറയ്ക്കുള്ളത്. ഒരു യങ് ഗോൾ കീപ്പർ എന്ന നിലയിൽ വരുമ്പോഴാണ് സോംകുമാർ. അപ്പോൾ അദ്ദേഹത്തിന് ഇൻ ഫ്യൂച്ചറിൽ സ്റ്റെപ്പപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നിലവിൽ ഒരു തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന പരിഗണനയായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൻ FC ഒരു സൈനിങ് നടത്തുന്നുണ്ട്. ലാൽറിനാന നാംദേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ, മോഹൻ ബഗാനിൽ കളിച്ചിരുന്ന ഒരു മിഡ്ഫീൽഡറാണ്, 21 വയസ്സേ ഉള്ളൂ, സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ മോഹൻ ബഗാനിലായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹം അത്യാവശ്യം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. മുമ്പ് ഈസ്റ്റ് ബംഗാളിൽ കളിച്ചപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് മോഹൻ ബഗാനിലേക്ക് പോയി, അവിടെ ഒരു മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒരു എണ്ണം ഭയങ്കര കൂടും, അവിടെ കളിക്കാനുള്ള സ്പേസ് ഇല്ല. അറിയാലോ, ഇപ്പം താപ്പയുണ്ട്, അഭിഷേക് സൂര്യവംശി, ദീപക് താങ്കിരി, പിന്നെ ഫോറിനേഴ്സ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ വളരെ കുറഞ്ഞ ടൈമേ കിട്ടത്തുള്ളൂ. എന്താണെങ്കിലും ചെന്നൈയിലേക്ക് വരുമ്പോഴും മിഡ്ഫീൽഡേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു എണ്ണം ഉണ്ട്. ഇപ്പം ആയുഷ് അധികാരി ഉണ്ട്, അതുപോലെ ജിതേശ്വർ സിംഗ് ഉണ്ട്, ഇത്തവണ ജിതേന്ദർ സൈൻ ചെയ്തിട്ടുണ്ട് JFCന്ന്. സോ അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഹോൾഡിംഗ് മിഡ്ഫീൽഡ് പരിഗണിക്കാൻ ഓവൻ ഗോയലിൻ്റെ സാധ്യത കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനുള്ളൊരു സാധ്യതകൾ ഈ ഒരു ചെന്നൈയിൻ FC ടീമിൽ ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പറഞ്ഞ പോലെ നല്ല ടാലൻ്റ് ആയിട്ടുള്ള താരമാണ് അദ്ദേഹം. എടുത്തൊരു ഗ്രേറ്റ് ഡിസിഷൻ തന്നെയാണ്. അദ്ദേഹം ക്ലബ്ബ് വിടാം, ഇങ്ങനത്തെ ഒരു ഗെയിം ടൈം ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ക്ലബ്ബ് ചൂസ് ചെയ്യുക ഇന്ത്യയുടെ Under-23 ഒക്കെ ഭാഗമായിട്ടൊക്കെ ഇരുന്നൊരു പ്ലെയർ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക കാണിക്കാൻ.